ഇറാനുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന രാജ്യങ്ങൾക്കെതിരെ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന ഭീഷണി ആവർത്തിക്കുകയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇക്കണോമിക് ഡി-ഡേ എന്ന് US വിശേഷിപ്പിച്ച ഇറാനെ ആഗോളതലത്തിൽ പൂർണ്ണമായി ഒറ്റപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ വിപുലീകരിക്കാനാണ് USന്റെ തീരുമാനം. ഇറാനെ സഹായിക്കുന്ന രാജ്യങ്ങളെ US ഡോളർ സംവിധാനത്തിൽ നിന്ന് പുറത്താക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇറാനെ തകർക്കാൻ തക്കവണ്ണം ശക്തമാണോ ട്രംപിന്റെ ഈ നടപടികൾ? കൂടുതൽ വിവരങ്ങൾ അറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ സഖ്യകക്ഷികൾ നടത്തിയ നിർണായകമായ ഡി-ഡേ സൈനിക നീക്കത്തിന് സമാനമായി ഇറാന്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് മേൽ US നടത്തുന്ന അന്തിമ സാമ്പത്തിക ആക്രമണമാണ് ഇത്. ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് ഇറാനെ ഒറ്റപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള നിരവധി നടപടികളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സൈനിക പോരാട്ടം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ മന്ദഗതിയിലായതോടെ ഇറാനെ സാമ്പത്തിക ഉപരോധങ്ങളിലൂടെ നേരിടാനുള്ള അമേരിക്കയുടെ അവസാന നീക്കം കൂടിയാണിതെന്നും വിലയിരുത്തലുകളുണ്ട്. ഈ വർഷം തുടക്കത്തിൽ ടെഹ്റാനെ ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ ഇക്കണോമിക് ഫ്യൂരി എന്ന ഉപരോധ നടപടികൾ ട്രംപ് ഭരണകൂടം നടപ്പിലാക്കിയിരുന്നു. നിലവിൽ ഇറാനുമായി മാത്രമല്ല, ഇറാനുമായി വ്യാപാരം നടത്തുന്ന മറ്റ് വിദേശ രാജ്യങ്ങളുമായും കമ്പനികളുമായും US സാമ്പത്തിക ഇടപാടുകൾ നിരോധിക്കും. ലോകമെമ്പാടുമുള്ള മറ്റ് രാജ്യങ്ങളുമായി ഒരു നിശബ്ദ നയതന്ത്രം ആരംഭിക്കുന്നതിനുള്ള തുടക്കമാണിതെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ അറിയിച്ചു. ഇറാന്റെ വരുമാന സ്രോതസ്സുകൾക്കും അതിന് സൗകര്യമൊരുക്കുന്നവർക്കും മേൽ ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക ഇറാന് ചുറ്റുമുള്ള കയർ മുറുക്കുമെന്നും ബെസൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാന്റെ പ്രധാന വരുമാന മാർഗങ്ങൾ ഇല്ലാതാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇറാനുമായി വ്യാപാരം തുടരുകയോ അമേരിക്കൻ ഉപരോധങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുകയോ ചെയ്യുന്ന ചൈനയും റഷ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനാണ് ഉദ്ദേശം. ഇറാന്റെ മുൻപിലുള്ള അവസാന അവസരവും ഇല്ലാതാക്കാനുള്ള നിരന്തരമായ പ്രചാരണമാണിതെന്ന് ട്രഷറി ഡിപ്പാർട്ട്മെന്റിൽ സംസാരിക്കവേ ബെസൻ പറഞ്ഞു. ഇറാൻ ഭരണകൂടം ഒറ്റപ്പെടുന്നതുവരെ ഇത് അവസാനിപ്പിക്കില്ല എന്നും വരും ദിവസങ്ങളിൽ നടപടികൾ കൂടുതൽ ശക്തമാക്കുമെന്നും ബെസൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇറാനെ ആണവ മിസൈൽ സാങ്കേതിക വിദ്യകൾ സ്വന്തമാക്കാൻ സഹായിക്കുന്ന ലോകമെമ്പാടുമുള്ള 60-ലധികം സ്ഥാപനങ്ങളും വ്യക്തികളും കപ്പലുകളും പുതിയ ഉപരോധങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. രാജ്യത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് ഇറാൻ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ അസറ്റുകൾ, സ്വർണം, വ്യോമയാന മേഖലകൾ എന്നിവയ്ക്കെതിരെയും US ട്രഷറി ഡിപ്പാർട്ട്മെന്റ് ഉപരോധം ഏർപ്പെടുത്തുന്നുണ്ട്. വരും ദിവസങ്ങളിലും ആഴ്ചകളിലും ഒരു പ്രമുഖ സാമ്പത്തിക സ്ഥാപനം ഉൾപ്പെടെയുള്ളവയ്ക്ക് മേൽ കൂടുതൽ ഉപരോധങ്ങൾ പ്രഖ്യാപിക്കുമെന്ന് ബെസൻ പറഞ്ഞു. മറ്റ് രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കി ടെഹ്റാനുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ പ്രേരിപ്പിക്കുന്നതിന് കൂടുതൽ നിശബ്ദ ചർച്ചകളാണ് ആവശ്യമായി വരിക എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. പുതിയ ഉപരോധ ഭീഷണി ഫലം കാണുന്നതായി സൂചനയുണ്ടെന്നും ബെസൻ ചൂണ്ടിക്കാട്ടുന്നു. ഇറാനുമായുള്ള എല്ലാ വ്യാപാര സാമ്പത്തിക ഇടപാടുകളും നിർത്തിവെക്കുകയാണെന്ന് UAE കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചിരുന്നു. ലോകത്തിന്റെ റിസർവ് കറൻസിയായ ഡോളർ നിലനിൽക്കുന്നതിനാൽ ഉപരോധങ്ങൾ ഒരു നയതന്ത്ര ആയുധമായി ഉപയോഗിക്കാൻ അമേരിക്കയ്ക്ക് പ്രത്യേക കഴിവുണ്ട്. ആഗോള സാമ്പത്തിക ഇടപാടുകളിൽ ഭൂരിഭാഗവും ഡോളറിലാണ് നടക്കുന്നത്. അതിനാൽ വ്യക്തികളെയും ബിസിനസ്സുകളെയും ആഗോള സാമ്പത്തിക വ്യവസ്ഥയിൽ നിന്ന് ഒറ്റപ്പെടുത്താൻ അമേരിക്കൻ ട്രഷറി ഡിപ്പാർട്ട്മെന്റിന് സാധിക്കും. US ഡോളർ അധിഷ്ഠിത ആഗോള ബാങ്കിംഗ് ശൃംഖലയായ സ്വിഫ്റ്റ് സംവിധാനത്തിൽ നിന്ന് ഇത്തരക്കാരെ പുറത്താക്കാനും നീക്കമുണ്ട്. ഉപരോധത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇറാനുമായുള്ള ബന്ധം വേർപെടുത്താൻ അമേരിക്ക മറ്റ് രാജ്യങ്ങൾക്ക് അവസരം നൽകുകയാണെന്നാണ് ബെസന്റിന്റെ വാദം. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളെ ലക്ഷ്യമിട്ടുള്ള പുതിയ ഉപരോധങ്ങൾ അനാവശ്യ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഈ വസ്തുതയും അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. ഡോളർ ഉപയോഗിക്കുന്ന മറ്റു രാജ്യങ്ങളെ അകറ്റാനും ആഗോള സമ്പദ്വ്യവസ്ഥയിൽ പ്രക്ഷുബ്ധത സൃഷ്ടിക്കാനും ഇത് ഇടയാക്കിയേക്കാം. ഏറ്റവും സങ്കീർണമായ നയതന്ത്ര ചർച്ചകൾ ചൈനയുമായിട്ടായിരിക്കും. ഇറാനിയൻ എണ്ണയുടെ ഏറ്റവും വലിയ ഉപഭോക്താവാണ് ചൈന. കൂടാതെ അമേരിക്കൻ ഉപരോധ ഭീഷണികളിൽ നിന്ന് വലിയ തോതിൽ സംരക്ഷിക്കപ്പെട്ട സാമ്പത്തിക വ്യവസ്ഥ കൂടിയാണ് അവരുടേത്. ചൈനീസ് ബാങ്കുകൾക്ക് മേലുള്ള ഉപരോധങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആരും അമേരിക്കൻ ഉപരോധങ്ങൾക്കപ്പുറമല്ല എന്നായിരുന്നു ബെസന്റിന്റെ മറുപടി. ഈ പ്രതിസന്ധി അടുത്ത ദിവസങ്ങളിൽ എങ്ങോട്ട് തിരിയുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. യൂറോപ്യൻ യൂണിയന്റെയും ചൈനയുടെയും നിലപാട് നിർണായകമായിരിക്കും. US ഉപരോധങ്ങളെ മറികടക്കാൻ ഇവർ ഇറാന് ബദൽ സാമ്പത്തിക മാർഗങ്ങൾ ഒരുക്കുമോ എന്നും നിരീക്ഷിക്കേണ്ടതുണ്ട്.